ഫ്രണ്ട്സ്, നമ്മുടെ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന MP അഥവാ മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പെർമനൻറ്റ് വാക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. നമ്മൾ PSC വഴിയല്ല അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ പോർട്ടലിൽ കയറിയാൽ തന്നെ കാണാം. ഇത് ഭാരത് സർക്കാർ KEKE ബേക്കൺ ഫാക്ടറി എന്നുള്ള രീതിയിലാണ് 1968 ആരംഭിച്ചത്. പിന്നെ അത് കേരള സർക്കാർ ഏറ്റെടുത്ത് മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്നൊക്കെ ആക്കി. പിന്നീട് അവിടെ വന്നിരിക്കുന്ന മാറ്റങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾക്ക് കേരള സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള ഒരു സ്ഥാപനമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് പെർമനൻറ്റ് വാക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നേതൃത്വമൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചീഫ് മിനിസ്റ്ററും അതുപോലെ തന്നെ ഇവിടെ കാണാം ശ്രീമതി ചിഞ്ചുറാണി, മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രിയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇതൊക്കെ നിങ്ങൾക്ക് കൂടെ റീഡ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഞാൻ കാണിച്ചു എന്നുള്ളൂ. എന്താണ് ഇത് അറിയണമല്ലോ, MP എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. അതിന് മുൻപ് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക. റീസെൻ്റായി ചെയ്ത വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റും. കുറച്ച് പേര് മെമ്പർഷിപ്പ് എടുത്തവരുണ്ട്. അപ്പോൾ അത് നമ്മുടെ ചാനലിന് തീർച്ചയായിട്ടും നല്ലൊരു സപ്പോർട്ടാണ്. അതേപോലെ തന്നെ മെമ്പേഴ്സ് ഓൺലി വീഡിയോസും നമ്മൾ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ വീഡിയോസുള്ള സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും മെമ്പേഴ്സ് ഓൺലി വീഡിയോസ്. ഇതാ ഇപ്പോൾ പ്രൈവറ്റ് ജോബ്സ്, വാക്ക് ഇൻ ഇൻ്റർവ്യൂ ഒക്കെ ഉള്ള MCOM, MBA, BCom ഒക്കെ കഴിഞ്ഞവർക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യുന്ന വാക്കൻസി ഉണ്ട്. അതുപോലെ GDSൻ്റെ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട വീഡിയോ അതൊക്കെ മെമ്പേഴ്സ് ഓൺലിയാണ് ചെയ്യുക. ഇപ്പോൾ റിസൾട്ട് അല്ലെങ്കിൽ മറ്റു പ്രൈവറ്റ് ജോബ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് ആയിട്ടായിരിക്കും അധികം ചെയ്യുക. കാരണം നമുക്ക് യൂട്യൂബിൽ നമുക്ക് ഈ ഒരു ഫീച്ചേഴ്സും പാടെ നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ബെനിഫിറ്റ് കാര്യങ്ങൾ ഉണ്ടായിരിക്കുക നമ്മുടെ ചാനലിന്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് നോക്കാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഇത് വന്നിരിക്കുന്നത് മാർച്ച് 4 വന്നിരിക്കുന്നത്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് റെഗുലർ ബേസിസിലുള്ള, അതായത് പെർമനൻറ്റ് വാക്കൻസിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. കൊല്ലം ഡിസ്ട്രിക്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിൻ്റെ തന്നെ വാല്യൂ ആഡഡ് പ്രോസസ് മീറ്റ് പ്രൊഡക്ഷൻ പ്ലാന്റിലേക്കാണ്. അത് ഇവിടെയാണ് കേട്ടോ. എന്താണ്, വിളക്കുപ്പാറയാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് 4/3/2026 മുതൽ നിങ്ങൾക്ക് മാർച്ച് 14 വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 14 വരെയാണ്. എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് സെലക്ഷൻ എന്നൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ജൂനിയർ അക്കൗണ്ടന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഒരു വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. ഇതിലേക്ക് BCom കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. BCom മാത്രം വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വേണം. അതായത് കമ്പ്യൂട്ടർ നോളജും ടാലി അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് കോഴ്സ് നിങ്ങൾ ചെയ്തിരിക്കണം. ഓക്കെ. പ്ലസ് അത് അഡീഷണൽ ആയിട്ട് വേണം. പ്ലസ് 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അത് പ്രൈവറ്റ് ഏരിയയിലുള്ള എക്സ്പീരിയൻസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. പിന്നെ ഇതിൻ്റെ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് ഇനീഷ്യലി നിങ്ങൾക്ക് 2 വർഷം പ്രൊബേഷൻ ഉണ്ടാകും. പ്രൊബേഷൻ പീരീഡ് ആദ്യത്തെ വർഷം മന്ത്ലി 15,500, രണ്ടാമത്തെ വർഷം മന്ത്ലി 16,000 രൂപയാണ് ലഭിക്കുക. പിന്നെ നിങ്ങൾ പ്രൊബേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്താൽ ഈ പേ സ്കെയിലേക്കായിരിക്കും നിങ്ങൾ പ്ലേസ് ചെയ്യുക. അതായത് 9,940 to 16,550 എന്ന് പറയുന്ന രീതിയിൽ. പിന്നെ മറ്റ് അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി അടുത്തത് ജൂനിയർ അസിസ്റ്റൻറ്റ് വാക്കൻസി 1. ഇതിലേക്ക് +2 നിങ്ങൾ പാസ്സായിരിക്കുക, അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണം ഓഫീസ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട്. വെറും +2 വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റില്ല. നിങ്ങൾക്ക് 2 വർഷത്തെ ഓഫീസ് വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇത് നിങ്ങൾക്ക് പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കും 2 വർഷം. അതിൽ ആദ്യത്തെ വർഷം മന്ത്ലി 15,500, രണ്ടാമത്തെ വർഷം 16,000 ആണ്. നിങ്ങൾ പെർമനൻ്റ് ആകുന്ന സമയത്ത് സക്സസ്ഫുള്ളി പ്രൊബേഷൻ കംപ്ലീറ്റ് ചെയ്താൽ 9,940 to 16,550 എന്നുള്ള സ്കെയിലിലേക്കാണ് നിങ്ങൾ പ്ലേസ് ചെയ്യുക. ഇനി അടുത്ത അസിസ്റ്റൻറ്റ് മെഷീൻ ഷോപ്പാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ 2 വേക്കൻസിയാണ്. ഇതിലേക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. പ്ലസ് നിങ്ങൾക്ക് എന്താണ്, ITI വേണം കേട്ടോ. ഓക്കെ. ITI സർട്ടിഫിക്കറ്റ് വേണം. ഈ പറയുന്ന ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ R&ACയിലുള്ള, അതായത് മെക്കാനിക്കൽ റെഫ്രിജറേഷൻ്റെ എയർ കണ്ടീഷനിങ്ങിലുള്ള എന്ത് വേണം, നിങ്ങൾക്ക് ITI വേണം. അതായത് ഇലക്ട്രിക്കലോ അല്ലെങ്കിൽ ഈ പറയുന്ന മെക്കാനിക്കൽ റെഫ്രിജറേഷൻ്റെ എയർ കണ്ടീഷനിങ്ങിലുള്ള ITI സർട്ടിഫിക്കറ്റ് വേണം. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. 10ാം ക്ലാസ് പ്ലസ് ITI ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 2 വർഷം പ്രൊബേഷൻ ഉണ്ടാവും. ആദ്യത്തെ വർഷം മന്ത്ലി 13,500, രണ്ടാമത്തെ വർഷം മന്ത്ലി 14,000. പിന്നെ നിങ്ങൾ പെർമനൻ്റ് ആകുന്ന സമയത്ത് ഈ നിങ്ങളെ പറയുന്ന സ്കെയിലിൽ ആണ് പ്ലേസ് ചെയ്യുക കേട്ടോ. ഇനി അടുത്ത് ക്ലീനർ കം പ്രൊഡക്ഷൻ ഹെൽപ്പറാണ്. 18 വേക്കൻസി ഉണ്ട്. ഇതിലാണ് കൂടുതൽ വേക്കൻസി ഉള്ളത്. ഇതിലേക്ക് 8ാം ക്ലാസ് മതി നിങ്ങൾക്ക് വിദ്യാഭ്യാസ യോഗ്യത. പക്ഷേ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വേണം. ഈ പറയുന്ന പ്രോസസ്സിങ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഓഫ് വാല്യൂ ആഡഡ് മീറ്റ് പ്രോഡക്ട്സ് പ്രോസസ്സിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വേണം എന്നുള്ളതാണ്. അതായത് മീറ്റിൻ്റെ വിവിധ പ്രോഡക്റ്റുകളൊക്കെ നമ്മൾ മേക്ക് ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് നിങ്ങൾ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. 8ാം ക്ലാസ്
മതി. അതായത് 10ാം ക്ലാസ് പാസ്സായവർക്കും ഇനി ഫെയിലായവർക്കും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു സർട്ടിഫിക്കറ്റും പാടെ അതിൽ വേണമെന്ന് പറയുന്നുണ്ട്. പിന്നെ കൊല്ലം ജില്ലയിലുള്ളവർക്കായിരിക്കും ഇത് മുൻഗണന കൊടുക്കുക. ഓക്കെ, ഈ പോസ്റ്റ് മാത്രം കേട്ടോ. ക്ലീനർ കം പ്രൊഡക്ഷൻ ഹെൽപ്പർ കൊല്ലം ജില്ലയിലുള്ളവർക്ക് കുറച്ചും കൂടെ മുൻഗണന ഉണ്ടാവും. അപ്പോൾ ഏത് ജില്ലയിലുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ കൊല്ലം ജില്ലക്കാർക്കാർക്കും കുറച്ചും കൂടെ മുൻഗണന കൊടുക്കുക എന്നുള്ളതാണ്. ബാക്കിയുള്ള പോസ്റ്റിലേക്കൊക്കെ എല്ലാവരെയും ഒരേപോലെയാണ് കൺസിഡർ ചെയ്യുക. പക്ഷേ ഇതിൽ ക്ലീനർ കം പ്രൊഡക്ഷൻ ഹെൽപ്പറിലേക്ക് കൊല്ലം ജില്ലയിലുള്ളവർക്ക് കുറച്ചും കൂടെ മുൻഗണന ഉണ്ടാകും. അല്ലാതെ മറ്റു ജില്ലയിലുള്ള വിദ്യാർത്ഥികൾക്കും തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് അപേക്ഷാ ഫീസോ മറ്റു കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനീഷ്യലി 13,500 മന്ത്ലി ആദ്യത്തെ വർഷം കിട്ടും. പിന്നെ രണ്ടാമത്തെ വർഷമാണ് 14,000 പെർ മന്ത്. പിന്നെ പ്രൊബേഷൻ കംപ്ലീറ്റ് ചെയ്താൽ ഈ സ്കെയിലിലേക്കായിരിക്കും പ്ലേസ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ കേരള PSCയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷനൊക്കെ ബന്ധപ്പെട്ടായിരിക്കും. അതായത് ഇപ്പോൾ നിലവിൽ 40 വയസ്സ് വരെയൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ഏജ് ലിമിറ്റ് 40 വയസ്സ് വരെയൊക്കെ അപ്ലൈ ചെയ്യാം. പേജ് ആണെങ്കിലും എക്സ്പീരിയൻസ് ആണെങ്കിലും അതിൻ്റെ കട്ട് ഓഫ് കണക്കാക്കുന്ന 1/3/2026 ആക്കിയിട്ടാണ്. 1/3/2026 നമ്മൾ എലിജിബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യണം. ഫോട്ടോഗ്രാഫ് ആണെങ്കിൽ പാസ്വേർഡ്സ് ഫോട്ടോഗ്രാഫ് 200 KB കൂടാൻ പാടില്ല. ഫയൽ സൈസ് JPG ഫോർമാറ്റ് ആയിരിക്കണം. സിഗ്നേച്ചർ വൈറ്റ് പേപ്പറിൽ നമ്മൾ എന്ത് ചെയ്യുക, സൈൻ ചെയ്തിട്ട് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. 50 KB ഫയൽ സൈസ് കൂടാൻ പാടില്ല. പിന്നെ മറ്റു ചില ഇൻസ്ട്രക്ഷൻ, നിങ്ങളിതിലേക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ പ്രൊഫഷണൽ അതൊക്കെ അപ്ലോഡ് ചെയ്യണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിൽ എക്സാം ഉണ്ടായിരിക്കാം, ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കാം. അതായത് നമ്പർ ഓഫ് അപ്ലിക്കേഷൻ ഇതിനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും അവർ തീരുമാനിക്കുക. അപ്പോൾ എക്സാമോ ഇൻ്റർവ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലിക്കേഷൻ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങളുടെ ക്വാളിഫിക്കേഷനൊക്കെ നോക്കിയിട്ടായിരിക്കും അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുക. അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഉദ്യോഗാർത്ഥികളെ SMS ആയിട്ടും ഇമെയിൽ ആയിട്ടും നിങ്ങളായിരിക്കും, ഫോൺ കോൾ ആയിട്ടൊക്കെ അറിയിക്കും. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മെയിലും മെസ്സേജൊക്കെ നോക്കേണ്ടതുണ്ട്. അതുവഴിയായിരിക്കും നിങ്ങളെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അപ്ലൈ ചെയ്ത എല്ലാവരെയും അവർ വിളിക്കില്ല. അവർ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കും നമ്മുടെ അപേക്ഷ നോക്കിയിട്ട്. ഇനി അടുത്ത ഘട്ടം നമ്മൾ എങ്ങനെ ഇതിലേക്ക് അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ്. അതിനായിട്ട് നിങ്ങൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ആവുന്നുണ്ട് ലിങ്ക് കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ CMD ഗണം MP റിക്രൂട്ട്മെൻറ്റ് പറഞ്ഞിട്ട് താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 14 വരെയാണ് സമയമുള്ളത്. വേഗം അപ്ലൈ ചെയ്യുക. അപേക്ഷാ ഫീസോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഏറ്റവും താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഭാഗമുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം അപ്ലൈ ചെയ്യാൻ. അങ്ങനെ അപ്ലിക്കേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കൂടെ കാണാം മീറ്റ് പ്രൊഡക്ഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് കാണാം. ഗവൺമെൻറ് ഓഫ് കേരള അണ്ടർടേക്കിംഗ്, നമ്മുടെ കേരള സർക്കാരിൻ്റെ കീഴിലുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് പോസ്റ്റിലേക്കാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പോസ്റ്റ് ഏതായാലും, ഇപ്പോൾ ജൂനിയർ അക്കൗണ്ടൻ്റ് ആണോ, ഇനി നിങ്ങൾ അസിസ്റ്റൻ്റ് ആണോ, ഏതായാലും നിങ്ങൾ എന്താണ് അത് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ജൂനിയർ അക്കൗണ്ടൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിനാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്ലൈ നൗ എന്നുള്ളത് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഫോം, വളരെ സിമ്പിൾ ഫോമാണ്. അപ്ലൈ ചെയ്യാനുള്ള ഫോം ഓപ്പൺ ആയി വരും. ഇവിടെ നിങ്ങളുടെ പേര് നിങ്ങൾ കൊടുക്കുക. ഓക്കെ, ഇവിടെ പോസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട് ജൂനിയർ അക്കൗണ്ടൻ്റ് എന്നുള്ളത്, അതൊന്ന് വെരിഫൈ ചെയ്യാം. ഇതിന് ശേഷം നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, മെയിൽ ID കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, റിലീജിയൻ, കാസ്റ്റ്, കാറ്റഗറി, പിന്നെ നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സാണ് വിത്ത് പിൻകോഡ് സഹിതം നിങ്ങളിവിടെ കൊടുക്കുക. ഓക്കെ, പിന്നെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് വിത്ത് പിൻകോഡ് സഹിതം നിങ്ങളിവിടെ കൊടുക്കുക. ഓക്കെ, പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ അപ്ലോഡ് ചെയ്യണം. അതിൻ്റെ ഡീറ്റെയിൽസും കൊടുക്കണം. അപ്പോൾ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് വിത്ത് ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ഫസ്റ്റ്. ഇപ്പം ഞാൻ ഇതിലേക്ക് എനിക്ക് BCom ആണ് എൻ്റെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഞാൻ ആദ്യം കൊടുക്കേണ്ട ഡീറ്റെയിൽസ് BComൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, എന്നതിന് ശേഷം ഇവിടെ കണ്ടോ നിങ്ങൾക്കൊരു ബ്ലൂ കളർ കണ്ടോ. അപ്പോൾ ഇതിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കണം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇത് സൂം ചെയ്ത് വെച്ചാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളിവിടെ കോഴ്സ് ഏതായാലും കോഴ്സ്, സ്പെഷ്യലൈസേഷൻ, യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷന്, മന്ത് ആൻഡ് ഇയർ ഓഫ് സ്റ്റാർട്ടിങ്, നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത മന്ത് ഇയറും അതുപോലെ എൻഡ് ചെയ്ത മന്ത് ഇയറും കംപ്ലീറ്റ് ചെയ്ത മന്ത് ഇയറും കൊടുക്കണം. പിന്നെ പെർസെൻറ്റേജ് ഓഫ് മാർക്ക്, ക്ലാസ്, ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ് ഏതായാലും അത് കൊടുക്കാം. അതിന് ശേഷം ഇവിടെ കണ്ട അപ്ലോഡ് സർട്ടിഫിക്കറ്റ്, ഇവിടെ നിങ്ങൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഇവിടെ അപ്ലോഡ് ചെയ്യണം. അതായത് ഒറിജിനൽ ഇല്ലെങ്കിൽ പ്രൊഫഷണൽ ആണെങ്കിലും പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ ഈ ബ്ലൂ കളർ ഉണ്ടല്ലോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലെ എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഡോക്യുമെൻറ്റ്സ് അതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് വേറെ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യണമെങ്കിൽ മാറിപ്പോരണം, അതൊക്കെ ചെയ്യാം. അവിടെ വ്യൂ ചെയ്യാനുള്ള പറ്റും കേട്ടോ. അതിനുശേഷം ഈ അടുത്തത് നിങ്ങൾക്ക് +2 ആഡ് ചെയ്യണമെങ്കിൽ അവിടെ ആഡ് കണ്ട അടിയിൽ കണ്ട ബട്ടൺ നിങ്ങൾക്ക് ഇവിടെ ആഡ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ആഡ് എന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത റോ വരും. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, +2ൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്താണ് +2ൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ആഡ് എന്ന് കൊടുക്കുക. ആഡ് കൊടുത്ത് 10th സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുക. ഓക്കെ, അതാണ് ഇപ്പോൾ ഡിഗ്രി ഉള്ളവരാണ്. ഇപ്പോൾ 10ാം ക്ലാസ് മാത്രമാണ് യോഗ്യതയെങ്കിൽ നിങ്ങളത് മാത്രം കൊടുത്താൽ മതി. ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ആയിരിക്കണം ഫസ്റ്റ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം വർക്ക് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഫസ്റ്റ് കൊടുക്കണം. അപ്പോൾ എക്സ്പീരിയൻസ് വേണ്ട പോസ്റ്റിന് നിങ്ങൾ എക്സ്പീരിയൻസ് കൊടുക്കുക. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇവിടെ അപ്ലോഡ് ചെയ്യണം സ്കാൻ ചെയ്തിട്ട്. പിന്നെ ഇവിടെ കണ്ടോ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ നോളജ്, ഇപ്പോൾ BCom ആയതുകൊണ്ട് തന്നെ അക്കൗണ്ടൻ്റ് ആയതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ നോളജിൻ്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഈ ബ്ലൂ കളറിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും, നമുക്ക് അവിടെ അപ്ലോഡ് ചെയ്യാം. അതിനുശേഷം ടാലി സർട്ടിഫിക്കറ്റ് നമ്മൾ അറ്റ്ലീസ്റ്റ് വിത്തിൻ 6 month ഡ്യൂറേഷൻ, അതായത്
ഇവിടെയാണ് മാറിപ്പോയി. അപ്ലോഡ് ടാലി സർട്ടിഫിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, ഇതാ അത് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ടാലിയുടെ സർട്ടിഫിക്കറ്റ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യണം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇപ്പോൾ എക്സാമ്പിൾ വേണ്ടി മാത്രം കാണിക്കുന്നതാണ്. നിങ്ങൾ പ്രോപ്പർ സർട്ടിഫിക്കറ്റ് അവിടെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ഇനി ഫോട്ടോ നമ്മൾ എടുക്കുക, അത് 6 മന്തിൻ്റെ ഉള്ളിൽ എടുത്ത ലേറ്റസ്റ്റ് ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഫോട്ടോഗ്രാഫ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ അപ്ലോഡ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ സിഗ്നേച്ചർ നമ്മളിവിടെ അപ്ലോഡ് ചെയ്യണം. ഇവിടെ സിഗ്നേച്ചർ എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ 50 GB ഫയൽ സൈസ് കൂടാൻ പാടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ സിഗ്നേച്ചറോടെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓരോന്നും ഇവിടെ അപ്ലോഡ് ചെയ്ത ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണിക്കും. ഇപ്പോൾ ഞാൻ ഇവിടെ അത് അപ്ലോഡ് ചെയ്യാത്തതുകൊണ്ടാണ് അതിങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോന്നും പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒക്കെ വെരിഫൈ ചെയ്തിട്ട് ഡിക്ലറേഷൻ കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഫോമാണ്. മൊബൈലൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളിത് സബ്മിറ്റ് കൊടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഈ നിങ്ങൾ മറ്റ് പോസ്റ്റ് ആണെങ്കിൽ അതുപോലെ അതിനനുസരിച്ചിട്ടുള്ള ക്വാളിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കൊടുക്കുക, അത് സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഹൈപ്പ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഓപ്ഷനൊക്കെ ഉണ്ടാകും വീഡിയോയുടെ താഴെ. അപ്പോൾ അതൊക്കെ ചെയ്ത് നമ്മുടെ ചാനലിന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിവിധ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ഒന്ന് അയച്ചു കൊടുക്കുക. താങ്ക് യു.